വെൽക്കം ടു ലീനിയർ ഇന്ത്യ. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാട്ടർ പ്രൂഫിംഗ് ആണ്. എന്താണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് അല്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പുതിയ വീട് വെച്ച് കഴിഞ്ഞാലും ഒരു 2-3 വർഷം കഴിയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വെള്ളത്തിൽ, അതായത് ഭിത്തിയിൽ നിങ്ങൾക്കൊരു ഈർപ്പം കാണപ്പെടുകയും അതേപോലെ ഒരു യെല്ലോ കളർ വരികയും പെയിന്റ് പൊളിഞ്ഞിളകുകയൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാത്തതുകൊണ്ടാണ്. എല്ലാവരുടെയും വിചാരം ടെറസിലും ബാത്റൂമിലും മാത്രം വാട്ടർ പ്രൂഫിംഗ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല. നമ്മുടെ ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ പ്ലിന്ത് ബീമിന്റെ പോർഷൻസിലും ആ ഫൗണ്ടേഷൻ ഭാഗത്തും എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇഷ്യൂവിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് എന്താണ് വാട്ടർ പ്രൂഫിംഗ് എന്നാണ്, എത്ര ടൈപ്സ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ഉണ്ടെന്നുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. Waterproofing is one of the most important steps in construction to protect a structure from water penetration and മോയ്സ്ചർ ഡാമേജ്. അതായത് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈർപ്പം തടയാനും പെനിട്രേഷൻ, അതായത് വെള്ളത്തിന്റെ അളവ്, വെള്ളത്തിന്റെ ഇത് നമ്മുടെ ഭിത്തിയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയുള്ള പെനിട്രേഷൻ ഒക്കെ തടയാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് യൂസ് ചെയ്യണത്? വാട്ടർ പ്രൂഫിംഗ് നമ്മൾ ചെയ്യുന്നത്. വാട്ടർ പ്രൂഫിംഗ് തന്നെ മെയിൻ ആയിട്ട് 5 ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ സിമെന്റീഷ്യസ്, ലിക്വിഡ് മെംബ്രെയിൻ, ബിറ്റുമിനസ് കോട്ടിംഗ്, പോളിയൂറത്തിൻ ആൻഡ് ഇന്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ്. സിമെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമെന്റും സാൻഡും കൂടെ നമ്മുടെ ഗ്രൗട്ട് പോലെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ആഡ് മിക്സ്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പെയിന്റ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സിമെന്റേഷ്യസ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. സിമെന്റ് സാൻഡിന്റെ കൂടെ ഗ്രൗട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും? സ്പെഷ്യൽ ആഡ് മിക്സ്ചേഴ്സ് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അടുത്ത ലിക്വിഡ് മെംബ്രെയിൻ. ലിക്വിഡ് മെംബ്രെയിൻ എന്ന് വെച്ചാൽ ലിക്വിഡ് ടൈപ്പ് ആണ്, ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് ഇത് പറയുന്നത്. അതെന്ത് ചെയ്യും? നമ്മൾ ഈ സ്ട്രക്ചറിന്റെ മുകളിൽ, അതായത് നമ്മൾ ഭിത്തിയിലാണെങ്കിൽ ഭിത്തിയിൽ, സ്ലാബിലാണെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലാണെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യുന്നതാണ് ലിക്വിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ബിറ്റുമിനസ് കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ബിറ്റുമിനസ് കണ്ടന്റ് ആഡ് ചെയ്തുകൊണ്ട് ബിറ്റുമിനസ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിനെയാണ് ബിറ്റുമിനസ് കോട്ടിംഗ് എന്ന് പറയുന്നത്. പോളിയൂറത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു അതേപോലെ തന്നെ ഒരു ലിക്വിഡ് ആണ്. അതിലെന്താണ്? പോളിയൂറത്തിൻ കണ്ടന്റ്. എന്നിട്ട് ബിറ്റുമിനസിനകത്ത് ബിറ്റുമിൻ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ എന്താണ്? ഒരു പോളിയൂറത്തിൻ കണ്ടെയ്ൻസ് എന്ത് ചെയ്യും? അതിൽ നമുക്ക് കാണപ്പെടും. അതാണ് എന്ത്? പോളിയൂറത്തിൻ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഇന്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തൊരു ഇത് ആഡ് ചെയ്യും. ഒരു ഇതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആഡ് മിക്സർ എന്ത് ചെയ്യും? കോൺക്രീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള നല്ല നല്ല ടിപ്സിനായി ലീനിയർ ഇന്ത്യ ഫോളോ ചെയ്യുക. താങ്ക് യു.